Good morning students. Second year mathematics lab 37 the plane എന്ന ലാബിലെ ആക്ടിവിറ്റി 37.2 ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 37.2 എന്ന് പറയുന്നത് പ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസും കമാൻഡ്സും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ 8 പ്രോബ്ലംസ്, അതായത് പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ മാത്രം ഉപയോഗിച്ച് പ്ലെയിൻ്റെ ഡിഫറെൻറ്റ് കേസസിലുള്ള ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന ടൂൾ പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് കൂടിയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ക്ലാസ് റൂമിൽ യൂസ് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റി കൂടിയാണ്. അപ്പോൾ ഇത് ആക്ടിവിറ്റി 37.2 എന്ന് പറയുന്നത് ടൂൾസ് ആൻഡ് കമാൻഡ്സ്, അതിൻ്റെ കൂടെ തന്നെ കൺസ്ട്രക്ഷൻ ഓഫ് പ്ലെയിൻസ് യൂസിങ് ഓൺലി ടൂൾ പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ. ആ പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ ഉപയോഗിച്ച് നമ്മൾ ഡിഫറെൻ്റ് കണ്ടീഷനിലുള്ള പ്ലെയിൻസ് നമുക്ക് എങ്ങനെ ഫോം ചെയ്യാം എന്ന് കൂടിയാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആക്ടിവിറ്റി 37.2 പോകാം. ആക്ടിവിറ്റി 37.2 ടൂൾസ് ആൻഡ് കമാൻഡ്സ്. We discuss some tools and input commands for constructing planes. പ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടൂൾസും അതിൻ്റെ ഇൻപുട്ട് കമാൻഡ്സുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നമ്മുടെ മാനുവലിൽ ഇതുപോലെ തന്നെ തന്നിട്ടുണ്ട്. ഇത് അതിൻ്റെ കമാൻഡ്സാണ്, ഔട്ട്പുട്ടിൽ കൊടുക്കുന്ന ഇൻപുട്ട് ബോക്സിൽ കൊടുക്കുന്ന കമാൻഡ്സും. ഇത് നമ്മുടെ ടൂൾ ബോക്സിൽ നിന്നും സെലക്ട് ചെയ്യുന്ന ടൂളുമാണ്. ഇതിൻ്റെ ഈ ഇൻപുട്ട് ബോക്സിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന കമാൻഡ്സിൻ്റെ ടൂൾസാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മളത് ലാബ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പറയുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ഈ പറയുന്ന ടൂൾസ് അതുപോലെ കമാൻഡ്സും പരിചയപ്പെടാം. ഞാൻ ജിയോജിബ്ര ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തിട്ട് ഇപ്പോൾ ഒന്നാമത്തെ തന്നെ നമുക്ക് നോക്കാം. പ്ലെയിൻ എന്നിവിടെ ടൈപ്പ് ചെയ്താൽ, ഇൻപുട്ട് ബോക്സിൽ പ്ലെയിൻ എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്കറിയാം ഒരുപാട് ടൂൾസ് വരുന്നുണ്ട്. ടൂൾസ് അല്ല, കമാൻഡ്സ്, ഒരുപാട് കമാൻഡ്സ് വരുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒരു പ്ലെയിൻ പോളിഗൺ ടൂൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ കമാൻഡ്സ് ഉപയോഗിക്കാം. ഇത് ഉപയോഗിക്കുക എന്ന് പറയുന്നത്, ഇപ്പം നമുക്കൊരു 3 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ, ഞാൻ 3 പോയിൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ പോയാണ്. ഞാൻ പോയിൻ്റ് ടൂൾ എടുത്ത് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ഒരു 3 പോയിൻ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യും. ഇതിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഞാനൊരു പോളിഗൺ, ഇവിടെ ഇന്ന് പോളിഗൺ 3Dയിലെ പോളിഗൺ ടൂൾ ഉപയോഗിച്ച് ഞാൻ ഈ പറയുന്ന ഈ 3 പോയിൻ്റ് ഉപയോഗിച്ചൊരു പോളിഗൺ വരച്ചു. 3 പോയിൻ്റ് അല്ല, നമുക്ക് എത്ര പോയിൻ്റ് വേണേലും എടുക്കാം. അപ്പോൾ ഈ പ്ലെയിൻ പോളിഗൺ ടൂൾ എന്ന് പറയുന്നത്, നമുക്ക് ഇപ്പോൾ ഇവിടെ നമ്മൾ പോളിഗൺ വരച്ചപ്പോൾ ആൽജിബ്രിക് വീൽ T1 എന്നാണ് അതിൻ്റെ നെയിം. അപ്പം നമ്മളവിടെ കൊടുക്കേണ്ടത് ആ പേരാണ്. ഈ കമാൻഡ് സെലക്ട് ചെയ്തിട്ട് T1 എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് ആ പോളിഗൺ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലെയിൻ നമുക്ക് കിട്ടും. അതാണ് നമുക്ക് ഇനി ഏതെങ്കിലും കേസിൽ ഇങ്ങനെ ഒരു പ്ലെയിനകത്ത് ഒരു പോളിഗൺ വരയ്ക്കണമെങ്കിൽ നമുക്ക് ഇതേ ടൂൾ ഉപയോഗിക്കാം. അല്ലെങ്കിൽ വരച്ചിരിക്കുന്ന ഒരു പോളിഗണെ നമുക്കൊരു പ്ലെയിനകത്ത് അത് ഉൾപ്പെടുത്തണമെങ്കിൽ ഉപയോഗിക്കുന്ന ടൂളാണിത്. രണ്ടാമത്തെ ടൂൾ, അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് ഹൈഡ് ചെയ്യുവാണ്. രണ്ടാമത്തെ ടൂൾ പറയാൻ നോക്കാം. നമ്മൾ ആ മാനുവലിൽ പറയുന്ന ടൂൾ തന്നെയാണ്, അതേ ഓർഡർ തന്നെ കൊടുത്തിരിക്കുകയാണ്. രണ്ടാമത്തെ ടൂള് കോണിക് എന്ന് ഉദ്ദേശിക്കുക നമുക്കറിയാം, നമുക്ക് സർക്കിള്, അതുപോലെ പരാബോള, എലിപ്സ്, ഹൈപ്പർബോള ഒക്കെയാണ് കോണിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് കോണിക്ക് നമുക്കൊരു പ്ലെയിനിൽ കോണിക്ക് ഉൾപ്പെടുത്തുന്ന, അല്ലെങ്കിൽ ഒരു കോണിക്ക് ഉൾപ്പെടുന്ന ഒരു പ്ലെയിൻ എങ്ങനെ വരയ്ക്കാം. അപ്പോൾ ഞാനതിനു വേണ്ടി ഒരു കോണിക്ക് എടുക്കാൻ പോയാൽ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ സർക്കിൾ, ഇവിടെ ഈ ഒരു ടൂളുണ്ട്, ഞാൻ സർക്കിൾ എന്ന് പറയുന്ന കോണിക്ക്, നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ളത് കോണിക്ക് എന്ന് പറയുന്ന സർക്കിളാണ്. ഞാൻ ഇവിടെ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ സെലക്ട് ആക്സിസ് ദെൻ പോയിന്റ് ഓൺ സർക്കിൾ എന്ന് വെച്ചാൽ ഒരു ആക്സിസിന് പെർപെൻഡിക്കുലറായിട്ട് നമുക്കൊരു പോയിന്റിൽ കൂടി നമുക്ക് എന്ത് വരയ്ക്കാം, ഒരു സർക്കിൾ വരയ്ക്കാം എന്നാണ് ഇതെന്ന് പറയുന്നത്.
അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ ടൂൾ സെലക്ട് ചെയ്യുക. അത് കൂടാതെ ടൂൾ അവിടെ ഉണ്ട്, നമുക്ക് ആ ടൂൾ തന്നെ എടുത്തിട്ട് ആദ്യം ആക്സിസ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ടൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ സർക്കിൾ വരും. നമുക്ക് സൂം ഔട്ട് സൂം ഇൻ ചെയ്താലും ഒക്കെ നമുക്കതിനെ ചെറുതാക്കുകയും വലുതാക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും. ഇനി അപ്പോൾ നമുക്കതിന് കൊടുത്തിരിക്കുന്ന നെയിം ആൾജിബ്ര വ്യൂവിൽ അതിന് സിസ്റ്റം കൊടുത്ത നെയിം എന്നാണ്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇത്രയും ചെയ്താൽ മതി. നമ്മളിവിടെ പ്ലെയിൻ എന്ന് ടൈപ്പ് ചെയ്യുക, അപ്പോൾ കോണിക്ക് വരും. ആ കോണിക്ക് സെലക്ഷനായി കിടക്കുക. നമ്മുടെ ഈ പറയുന്ന കോണിക്കിൻ്റെ പേരിന് കൊടുത്താൽ മതി. എന്ന് കൊടുക്കുമ്പോൾ ആ കോണിക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലെയിൻ നമുക്ക് കിട്ടും. നമുക്ക് ഈ ടൂൾ എടുത്ത് ഇതിനെ റൊട്ടേറ്റ് ചെയ്തൊക്കെ നോക്കാം. നമ്മളെവിടെ നോക്കിയാലും ആ കോണിക്ക് ആ സർക്കിള് ആ പ്ലെയിനിലായിരിക്കും. അതാണ് നമുക്ക് അവിടെ പറയുന്ന രണ്ടാമത്തെ ടൂൾ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഞാൻ അതും ഹൈഡ് ചെയ്യുകയാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇൻപുട്ട് ബോക്സിൽ നമ്മൾ സെലക്ട് ചെയ്ത് ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ നമ്മൾ എന്താണോ അത് കൊടുക്കുന്നതിനാണ് ഈ കമാൻഡ്സ് കൊടുക്കുക എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ നിന്ന് എടുക്കുന്നതാണ് ടൂൾസ് എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ ഈ രണ്ട് കേസിലെയും ടൂൾസ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നമുക്കിത് ഏത് വേണേലും ഉപയോഗിക്കാം. അതിന് പ്ലെയിൻ എന്ന് പറയുന്ന ഈ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ആരോ നമ്മൾ ഈ കൾസർ ഇവിടെ കൊണ്ടുപോകുമ്പോൾ നമുക്കവിടെ എഴുതി കാണിക്കും. ഇത് മൂന്നാല് ടൂൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ സെലക്ട് 3 പോയിന്റ്സ്, 3 പോയിന്റിൽ കൂടിയുള്ളത് വരയ്ക്കാം. ഓർ പോയിന്റ് ലൈൻ, ഒരു പോയിന്റിൽ കൂടി ലൈനിൽ കൂടിയുള്ളത് വരയ്ക്കാം. ഓർ 2 ലൈൻസ്, 2 ലൈനിൽ കൂടിയുള്ള പ്ലെയിൻ വരയ്ക്കാം. ഓർ എ പോളിഗൺ, കണ്ടോ, അങ്ങനെയും വരയ്ക്കാം. ഞാൻ നേരത്തെ വരച്ച അതേ ആ പോളിഗൺ എടുക്കുവാണ്. ഇപ്പോൾ ഇതിൽ കൂടി എനിക്കൊരു പ്ലെയിൻ വരയ്ക്കണമെങ്കിൽ നമ്മൾ ഇതെടുത്തിട്ട് ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ വളരെ പെട്ടെന്ന് നമുക്ക് കമാൻഡ് കൊടുക്കാതെ ടൂൾസ് ഉപയോഗിച്ച് വരയ്ക്കാവുന്നതാണ്. ഇത് റൊട്ടേറ്റ് ചെയ്താൽ നമുക്കറിയാം അത് കണ്ടെയ്ൻ ചെയ്യുന്ന ആ പ്ലെയിൻ തന്നെയാണെന്ന് നമുക്ക് അവിടെ നിന്നും എങ്ങനെ നോക്കിയാലും മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഓക്കെ, അതാണ് ടൂൾസിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെയാണ് നമുക്ക് അത് തന്നെ എടുത്തിട്ട് ഞാൻ ഇത് ഇപ്പം ഹൈഡ് ചെയ്യുകയാണ്. ഞാനിവിടെ വരച്ച സർക്കിൾ എടുക്കുന്നു, എന്നിട്ട് ഈ പോളിഗൺ ഹൈഡ് ചെയ്യുകയാണ്. ഈ പറയുന്ന പ്ലെയിൻ ടൂൾ എടുത്ത് ഞാൻ ഇതിനകത്തൊന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കണ്ടെയ്ൻ ചെയ്യുന്ന ആ കോണിക്ക് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലെയിൻ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ടൂള്, ഇത് കമാൻഡ്. അപ്പോൾ നമ്മൾ രണ്ടും പരിചയപ്പെടുകയാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് തന്നെയാണ് നമ്മൾ നോക്കിയത്. ഈ ഒറ്റ ടൂളിൽ തന്നെ നമ്മൾ പോളിഗൺ ടൂളും ആയി, അതിൻ്റെ കോണിക് ടൂളും ആയി. ഇനി അടുത്ത നോക്കാം. അടുത്ത പറയുന്നത് പോയിന്റ് പ്ലെയിൻ. നമുക്കൊരു പ്ലെയിൻ ഉണ്ട്. ഞാൻ നേരത്തെ ഏതെങ്കിലും ഒരു പ്ലെയിൻ ഞാൻ എടുക്കാം. ഇതൊരു പ്ലെയിനാണ്. എന്നിട്ട് നമുക്കൊരു പോയിന്റ് ഉണ്ട് എന്ന് വെച്ചാൽ ഈ പോയിന്റ് ഞാനിവിടെ പ്ലെയിൻ പോയിന്റ്, അതായത് പ്ലെയിൻ എന്ന് പറയുന്ന ടൂൾ എങ്ങനെ ഉപയോഗിക്കുന്നു നോക്കാം. ഞാൻ എന്ന് പറയുന്നത് പോയിന്റ് സെലക്ട് ചെയ്യുന്നു. പ്ലെയിൻ സെലക്ട് ചെയ്യുന്നത് ഞാൻ ആണ്. എന്ന് കൊടുക്കും. നമുക്ക് എന്താ നോക്കാം, നമുക്ക് എന്താണ് പ്രത്യേകത. എന്നിട്ട് ഇതിന് ഞാനൊന്ന് റൊട്ടേറ്റ് ചെയ്യിക്കുന്നു. സോറി, അത് നേരത്തെ പോയിന്റ് അതിനകത്ത് തന്നെ ഞാൻ ഈ മാറ്റിയിട്ട് ഞാൻ ബി എന്ന് കൊടുക്കുകയാണ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ് കണ്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തത്, നമുക്കൊരു പ്ലെയിൻ ഉണ്ടായിരുന്നു. ആ പ്ലെയിൻ്റെ പാരലായിട്ടൊരു പ്ലെയിൻ മറ്റൊരു പോയിന്റിൽ കൂടി വരയ്ക്കണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പ്ലെയിൻ പോയിന്റ് ടൂൾ ഉപയോഗിക്കാം. ഉണ്ടോ, പ്ലെയിൻ പോയിന്റ് പ്ലെയിൻ എന്ന് പറയുന്ന ടൂൾ ഞാനിവിടെ ഇൻപുട്ട് ബോക്സിൽ കാണിക്കാം. ഈ ടൂൾ ഉപയോഗിച്ച് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ഗിവൺ പോയിന്റ് ഉണ്ട്, ഒരു പ്ലെയിൻ ഉണ്ട്. ഈ പ്ലെയിന് നമുക്ക് ആദ്യം എടുത്തിരിക്കുന്ന പ്ലെയിന് പാരലായിട്ട് മറ്റൊരു പോയിന്റിൽ കൂടി ഒരു പ്ലെയിൻ വരയ്ക്കണമെങ്കിൽ ഉപയോഗിക്കുന്ന ടൂളാണ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇവിടെ വേറെ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ ആക്ടിവിറ്റി 37.1 പറഞ്ഞാണ് ഇതിൻ്റെ എഡ്ജസ് ഒക്കെ എന്താണ് ഒരു ക്ലിയർ അല്ല. അപ്പോൾ ആ ക്ലിയർ ആക്കുന്നതിന് നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഗ്രാഫിക്സിൽ നമുക്ക് ബേസിക്കിൽ പോയി യൂസ് ക്ലിപ്പ് കൊടുത്താൽ അത് ഇച്ചിലൂടെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അതിൻ്റെ എഡ്ജസ് ഒക്കെ കാണാൻ സാധിക്കും. അതുകൂടെ ചെയ്യാം. ഓക്കെ, ഞാൻ ഇതൊക്കെ ഒന്ന് ഹൈഡ് ചെയ്യുവാണ്. ഇപ്പം പറഞ്ഞ കമാൻഡ് ഉപയോഗിച്ച് നമ്മൾ വരച്ച ഈ പാരൽ പ്ലെയിൻസ് നമുക്ക് ടൂൾ ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാം. അതിനിവിടെ പാരൽ പ്ലെയിൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചാൽ മതി. അത് നമ്മൾ ചെയ്യുമ്പോൾ ഞാൻ ഇതൊന്ന് ഹൈഡ് ചെയ്യുകയാണ്. ഒരെണ്ണം ഞാൻ ഹൈഡ് ചെയ്തു.
ഞാൻ ഈ ടൂൾ എടുത്ത് ഇവിടെ പറഞ്ഞ സെലക്ട് പോയിന്റ് ആൻഡ് പാരലൽ പ്ലെയിൻ കേട്ടോ എന്നെടുത്തിട്ട് നമുക്ക് ആ പോയിന്റിലും ആ പ്ലെയിനിലും ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. നമുക്ക് വളരെ പെട്ടെന്ന് ആ ടൂൾ ഉപയോഗിച്ച് വരയ്ക്കാവുന്നതാണ്. അപ്പം ഞാൻ രണ്ടും പരിചയപ്പെടുത്തുകയാണ്, കമാൻഡും ടൂളുമാണ്. ഓക്കെ, ഞാൻ ഇതും ഹൈഡ് ചെയ്യുന്നു. ഇതൊക്കെ നമുക്ക് സേവ് ചെയ്ത് മാറ്റാം. നെക്സ്റ്റ് വൺ പറയുന്ന പ്ലെയിൻ ലൈൻ. പ്ലെയിൻ പോയിന്റ് ലൈൻ എന്ന് വെച്ചാൽ നമുക്ക് നോക്കാം എന്താണ്. ഞാൻ ലൈൻ വരയ്ക്കും. ലൈൻ വരയ്ക്കുന്ന ടൂൾ ഇതാണ്. ഈ ലൈൻ വരച്ചിട്ട് ഞാൻ ഈ AC എന്ന് പറയുന്ന ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് നമ്മൾ പറഞ്ഞ ടൂൾ ഞാൻ സെലക്ട് ചെയ്യുവാണ്. പോയിന്റ് ലൈൻ. ലൈൻ്റെ പേര് K എന്നാണ്, ഓർമ്മ വേണം. ഞാൻ ആ പോയിന്റ് B എന്നെടുക്കുന്നു. എന്നിട്ട് ടാബ് അടിക്കുമ്പോൾ ഇതിൻ്റെ സെലക്ഷൻ വരും. എന്നിട്ട് നമ്മുടെ ലൈനിൻ്റെ പേര് K എന്നാണ്. K എന്ന് കൊടുക്കുമ്പോൾ നമുക്ക് കാണാം എന്ത് പറ്റുന്നു. റൊട്ടേറ്റ് ചെയ്ത് നോക്കിയെങ്കിൽ കറക്റ്റ് അത് കാണാൻ പറ്റും. എന്നുവെച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ആ ലൈൻ കണ്ടെയ്ൻ ചെയ്യുന്നതോ ആ പോയിന്റ് കണ്ടെയ്ൻ ചെയ്തതുമായിട്ടുള്ള ഒരു പ്ലെയിൻ നമുക്ക് ഇവിടെ നിന്നും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാവുന്നതാണ്. അപ്പം ആ പ്ലെയിൻ പോയിന്റ് ലൈൻ ടൂൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കേണ്ടത്, ആ ലൈൻ കണ്ടെയ്ൻ ചെയ്തതും പോയിന്റ് കണ്ടെയ്ൻ ചെയ്തതുമായിട്ടുള്ള നമുക്കൊരു പ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കും. ഇത് നമുക്ക് ഇവിടെയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ നോക്കിയാൽ മതി, ഉണ്ടോ ഈ ടൂള് ഇവിടെ നമ്മൾ ഇവിടെ കൊണ്ടുപോകുമ്പോൾ കാണിക്കാം 1 പോയിന്റ് ആൻഡ് ലൈൻ. ഞാൻ ഈ പ്ലെയിൻ ഒന്ന് ഹൈഡ് ചെയ്തിട്ട് ഞാൻ ഈ പറയുന്ന പോയിന്റ് സെലക്ട് ചെയ്ത് ഈ ലൈനും സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ആ പ്ലെയിൻ കിട്ടും. അപ്പോൾ അതിൻ്റെ ടൂൾ ഇതാണ്, കമാൻഡ് ഇതാണ്, ഓർത്ത് വച്ചിരിക്കണം. നെക്സ്റ്റ് അടുത്ത ടൂൾ എന്ന് പറയുന്നത് പ്ലെയിൻ ലൈൻ. അത് നമുക്ക് നോക്കാം. അത് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഞാനിവിടെ ചെയ്യുന്നത് 2 ലൈൻ വരയ്ക്കുകയാണ്. ഞാൻ നേരത്തെ ഒരു ലൈൻ വരച്ചിരുന്നു, അത് ഇതാണ്. ഞാൻ പുതിയ ഒരു ലൈനൂടെ വരയ്ക്കുകയാണ്. ആ ലൈൻ വരയ്ക്കുന്നത് ABയിൽ കൂടിയാണ്. ഇനി ആ ടൂൾ ഒന്ന് എടുക്കാൻ പോവുകയാണ്. ലൈനിൻ്റെ പേര് ഒന്ന് N എന്നും ഒന്ന് K എന്നുമാണ്. ഞാനവിടെ ലൈനിൻ്റെ പേര് കൊടുക്കുവാണ് K,N. നമ്മുടെ ടൂള് പ്ലെയിൻ ലൈൻ എന്ന് പറയുന്ന ടൂളാണ്. അപ്പോൾ നമുക്കവിടെ നിന്ന് കാണാൻ സാധിക്കും എന്താ കാണുന്നത് എന്നുവെച്ചാൽ ഈ 2 ലൈനും കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലെയിനാണ് നമുക്കിവിടെ കിട്ടിയത്. അപ്പം നമുക്ക് 2 ലൈൻ തന്നിട്ട് അത് ഒരു പ്ലെയിനിൽ ഉൾപ്പെടുത്തക്ക രീതിയിൽ ഒരു പ്ലെയിൻ വരയ്ക്കാൻ പറഞ്ഞാൽ നമ്മൾ പ്ലെയിൻ ലൈൻ ടൂൾ ഉപയോഗിക്കാം. മനസ്സിലാക്കുക. ഇനി ഇത് തന്നെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. കേട്ടോ, 2 ലൈൻസ്. അത് നമുക്ക് ചെയ്യേണ്ടത് 2 ലൈൻ വരച്ചിട്ട് ഈ ടൂൾ എടുത്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ ടൂളിനകത്ത് പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മളോട് ഡിസ്കസ് ചെയ്ത് വരികയാണ്, ശ്രദ്ധിക്കുക. ഇനി ഞാൻ ഞാനിത് ഹൈഡ് ചെയ്യുന്നു. ഈ ലൈനും ഹൈഡ് ചെയ്യുന്നു. ഞാൻ മറ്റൊരു പോയിന്റ് എടുക്കുകയാണ്. മറ്റൊരു പോയിന്റ് എടുത്തു. എന്നിട്ട് ഒരു ലൈൻ വരയ്ക്കുന്നു. ആ 2 പോയിന്റിൽ കൂടി ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് ഞാൻ ഈ പറയുന്ന ടൂൾ ഒന്ന് കൊടുക്കുകയാണ്. പ്ലെയിൻ ഏത് ടൂളാണ്? ലൈൻ ടൂളായിരുന്നു. ഞാൻ കൊടുത്ത് ഇതിൻ്റെ പേര് P എന്നും ഇതിൻ്റെ പേര് K എന്നുമാണ്. അപ്പോൾ K,P. അപ്പോൾ നമ്മളിവിടെ ഓരോന്നും നമ്മൾ ഏത് ഫിഗറാണോ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ പോയിന്റ് ഉപയോഗിക്കുന്നത് അതെല്ലാം നമ്മൾ ഓർത്ത് വെച്ചെങ്കിൽ മാത്രമേ അത് പെട്ടെന്ന് അത് വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ. എന്നിട്ട് നമുക്കത് എൻ്റർ ക്ലിക്ക് ചെയ്താൽ അത് തന്നെ. ഇപ്പോൾ ഇത് പോയിന്റ് എടുക്കുന്നു. ആ പോയിന്റിൽ കൂടി ഞാനൊരു പാരലൽ ലൈൻ വരയ്ക്കുന്നു. ഇവിടെ പാരലൽ ലൈൻ ടൂൾ എടുത്ത് ഈ ലൈനിന് പാരലായിട്ട് ഈ പോയിന്റിൽ കൂടി ഒരു ലൈൻ വരച്ചു. എന്നിട്ട് നമുക്ക് ഇതേ ടൂൾ ഉപയോഗിച്ച് നോക്കാം. ഇതേ ടൂൾ ഉപയോഗിച്ച് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഒരു പ്ലെയിൻ കിട്ടുന്നതായിരിക്കും. ആ 2 ലൈനും കണ്ടെയ്ൻ ചെയ്യുന്ന. അപ്പോൾ അത് ഇൻ്റർസെക്റ്റിംഗ് ലൈൻ ആയാലും അത് പാരലൽ ലൈൻ ആയാലും നമുക്ക് ഇതേപോലെ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ,
ഇത് നെക്സ്റ്റ് പറയുന്നത് നോക്കാം. ഞാൻ ഇതൊക്കെ ഹൈഡ് ചെയ്യുവാണ്. നമുക്ക് നെക്സ്റ്റ് കമാൻഡ് പറയുന്നത് പോയിന്റ് 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 എന്ന് വെച്ചാൽ പ്ലെയിൻ 3 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നത്. അത് വളരെ എളുപ്പമാണ്. നമുക്കിവിടെ 3 പോയിന്റ് എടുത്തുണ്ട് ABC. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്യുക. ആദ്യത്തെ പോയിന്റ് A, രണ്ടാമത്തെ പോയിന്റ് B, മൂന്നാമത്തെ പോയിന്റ് C. 3 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന പ്ലെയിൻ വരയ്ക്കാം. അത് ഇവിടെ ടൂളുണ്ട്. ഈ ടൂൾ ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ 3 പോയിന്റ് ക്ലിക്ക് ചെയ്താൽ മതി, നമുക്ക് ഇതേപോലെ വരയ്ക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഇവിടെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ നോക്കിയാൽ അറിയാം 3 പോയിന്റ്സ്. അപ്പോൾ ഇവിടെ നിന്നും വരയ്ക്കാൻ സാധിക്കും. അപ്പോൾ അതാണ് ഈ ടൂൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഇവിടെ താഴോട്ട് കാണിക്കുക. പോയിന്റ് വെക്റ്റർ ആണ് പറയുന്നത്. എന്നുവെച്ചാൽ ആ പോയിന്റ്, ആ കമാൻഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാൻ അതിനു വേണ്ടി 2 വെക്റ്റർ എടുക്കുന്നു. എന്നിട്ട് നമുക്കൊന്ന് വരച്ച് നോക്കാം. ഞാൻ ഇത് ഹൈഡ് ചെയ്യുന്നു. ഞാൻ ആദ്യം 2 വെക്റ്റർ എടുക്കുകയാണ്. വെക്റ്റർ ഇഷ്ടമുള്ള 2 വെക്റ്റർ എടുക്കുന്നു. ഒന്ന് ബ്രാക്കറ്റിന് അതൊരു പോയിന്റ് കൊടുക്കുകയാണ്. 1, 2, 3. ഇതാണ് ഒരു വെക്റ്റർ. രണ്ടാമത്തെ വെക്റ്റർ എടുക്കുന്നു. -3, 4, 1. ഇവിടെ ഒരു പോയിന്റിൻ്റെ ബ്രാക്കറ്റും ഉണ്ട്, അതുപോലെ ആ ടൂളിൻ്റെ ബ്രാക്കറ്റും ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് 2 വെക്റ്റർ കിട്ടി. ഇനി നമുക്ക് നോക്കാം. ഈ 2 പോയിന്റ് ഞാൻ ഹൈഡ് ചെയ്യുവാണ്. എയും ബിയും സിയും. ഞാൻ ഈ പോയിന്റും ഈ 2 വെക്റ്റർ ഉപയോഗിച്ച്, ആ വെക്റ്ററിൻ്റെ പേര് നോക്കിക്കോണം, യു എന്നും ബി എന്നുമാണ്. എന്നിട്ട് നമ്മൾ ആ പറയുന്ന ടൂൾ എന്ന് ഉപയോഗിക്കുകയാണ്. പ്ലെയിൻ അതാണ് പ്ലെയിൻ എ എന്ന് പറയുന്ന പോയിന്റാണ്. ടാബ് അടിക്കുമ്പോൾ ഇത് സെലക്ഷൻ വരും. നമ്മൾ ആ യു എന്ന് ടൈപ്പ് ചെയ്യുക, അതുപോലെ വി എന്ന് ടൈപ്പ് ചെയ്യുക. ആ 2 വെക്റ്ററിന് പാരലായിട്ട് എയിൽ കൂടി നമുക്ക് ഒരു പ്ലെയിൻ വരച്ചിരിക്കുന്നു. ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ആ 2 വെക്റ്ററിന് പാരലായിട്ട് നമ്മൾ ആ പോയിന്റ് എയിൽ കൂടി എന്ത് വരച്ചിരിക്കുന്നു, ഒരു പ്ലെയിൻ വരയ്ക്കുക എന്നുള്ള ടൂളാണ് ഇത്. ഇത് വേണമെങ്കിൽ ഇത് നമുക്ക് ഇവിടെ തന്നെ കൊണ്ടുവരാം. ഈ പോയിന്റിൽ തന്നെ നമുക്ക് കൊണ്ടുവരാം. ഈ 2 പ്ലെയിനും 2 ലൈനും 2 വെക്റ്ററും നമുക്ക് ഈ പോയിന്റിൽ കൊണ്ടുവരാം. അതിന് നമ്മുടെ ടൂൾ എടുത്താൽ മതി. ഏതാ, വെക്റ്റർ ഫ്രം പോയിന്റ് ടൂൾ എടുത്തിട്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ അത് ഇവിടെ വരും. അതുപോലെ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെയും ക്ലിക്ക് ചെയ്താൽ. അപ്പോൾ നമുക്ക് ഇങ്ങനെയും പറയാം, പാരലായിട്ട് ആണ്, അല്ലെങ്കിൽ അത് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു പ്ലെയിൻ എന്നും പറയാം. രണ്ടും പറയാം. ഈ ടൂൾ എന്ന് പറയുന്നത് 2 വെക്റ്ററിന് പാരലായിട്ട് വരയ്ക്കുന്ന പ്ലെയിനാണ്, അല്ലെങ്കിൽ ആ 2 വെക്റ്ററും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനാണെന്നും പറയാം. ഓക്കെ. പിന്നെ ഒരു ടൂൾ കൂടെ പറയാം. ഞാനിതൊന്ന് ഹൈഡ് ചെയ്തിട്ട് പെർപെൻഡിക്കുലാർ പ്ലെയിൻ ടൂൾ എന്ന് പറയും. അത് നമുക്ക് നോക്കാം. പെർപെൻഡിക്കുലാർ എന്നോട് അടിച്ചു കഴിഞ്ഞാൽ പെർപെൻഡിക്കുലാർ പെർപെൻഡിക്കുലാർ പ്ലെയിൻ ആണ് പോയിന്റ് വെക്റ്റർ. ഞാനൊരു വെക്റ്റർ എടുക്കുന്നു, അതുപോലെ അതിന് ഒരു പോയിന്റ് എടുക്കുന്നു, എ എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ നമുക്കത് നോക്കാം. നമ്മൾ ഏതെങ്കിലും ടൂൾ ഒന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവിടെ നമ്മളൊന്ന് ഒരു കമാൻഡ് ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കത് കണ്ടുപിടിക്കാവുന്നതാണ്. പക്ഷേ അതിവിടെ വന്നിട്ടില്ല. അപ്പം ഞാനിവിടെ പെർപെൻഡിക്കുലാർ പ്ലെയിൻ ഒന്ന് വീണ്ടും അടിക്കുകയാണ്. ഒരുമിച്ചടിക്കണം പെർപെൻഡിക്കുലാർ പ്ലെയിൻ എന്നുള്ള ടൂള്. ഇവിടെ പോയിന്റ് സെലക്ട് ചെയ്യുന്നു. പോയിന്റ് എ ആണ്. ലൈൻ അല്ലെങ്കിൽ വെക്റ്റർ ആയാലും മതി. ഞാൻ ലൈൻ എന്ന് പറയുന്നത്, ഞാനിവിടെ വെക്റ്റർ സെലക്ട് ചെയ്യുകയാണ്. യു എന്ന് പറയുന്ന വെക്റ്റർ എടുക്കുന്നു.
അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുവെച്ചാൽ ഈ വെക്ടറിന് പെർപെൻഡിക്കുലറായിട്ട് എ കൂടി പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ. നമ്മളിത് ഈ ടൂൾ ഉപയോഗിച്ചാണ് ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. മനസ്സിലായല്ലോ? ഇത് ലൈനായാൽ ലൈൻ, ഇവിടെ വെക്ടർ മാറ്റിയിട്ട് ലൈനായാൽ അതും നമുക്ക് ഇതേപോലെ കിട്ടുന്നതായിരിക്കും. എന്നുവെച്ചാൽ ആ ലൈനിന് പെർപെൻഡിക്കുലറായിട്ട് ഈ പോയിന്റിൽ കൂടി എന്ന് പറയുന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ എന്ന് പറയാൻ പറ്റും. അതിൻ്റെ ടൂള് ഇവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ എന്ന് പറയും. അപ്പോൾ നമ്മൾ അത് ഞാൻ ഹൈഡ് ചെയ്തിട്ട് കാണിക്കാം. ഞാൻ പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ എടുക്കുന്നു. എന്നിട്ട് ഈ വെക്ടറിലും ഈ പോയിന്റിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ആ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ടുള്ളത് ഒരു വെക്ടറും അതുപോലെ ആ എയിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പ്ലെയിനാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഉപയോഗിച്ചു ഇതിനകത്ത് എല്ലാ ടൂളും നമ്മൾ പറയുകയുണ്ടായി. വെക്ടർ, പോളിഗൺ, പെർപെൻഡിക്കുലർ, രണ്ടും ലൈനും പെർപെൻഡിക്കുലർ പ്ലെയിൻ രണ്ടെണ്ണം ഉണ്ട്, പോയിന്റ് ലൈനും ഉണ്ട്. അപ്പോൾ ലൈൻ ആണെങ്കിൽ ലൈൻ എടുക്കുക, വെക്ടർ ആണെങ്കിൽ വെക്ടർ എടുക്കുക. അതെല്ലാം ഇവിടെ പറയുന്നുണ്ട് എന്ത് ചെയ്യണമെന്നൊക്കെ. പിന്നെ അതേ ടൂളാണ്. ആ ടൂള് ഇത് കമാൻഡാണ്. ഇത് ടൂൾ ഉപയോഗിക്കുമ്പോൾ അതെന്തെല്ലാം ചെയ്യുമെന്ന് പറയുകയാണ്. പ്ലെയിൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നാല് കമാൻഡ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. ഈ 3 പോയിന്റ്സ് എന്ന് പറയുന്നത് 4ാമത്തെ കമാൻഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. പെർപെൻഡിക്കുലർ പ്ലെയിൻ എന്ന് പറയുന്നത് 8, 9 ചെയ്യാം. ഇത് പാരലൽ പ്ലെയിൻ എന്ന് പറയുന്നത് സൈൻ എഫ് അത് 1ാമത്തെ കേസ് തന്നെയാണ്. ഇനി നമ്മളടുത്ത് പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കാം. കൺസ്ട്രക്ട് ദ പ്ലെയിൻസ് ആസ് പെർ കണ്ടീഷൻ ഗിവൺ ഇൻ ദി ഫോളോയിങ് പ്രോബ്ലംസ്. യു ക്യാൻ യൂസ് ഓൺലി എനി ടൂൾ ടു കൺസ്ട്രക്ട് വെക്ടേഴ്സ് and line, but use only the perpendicular plane to construct the plane. Note the method of construction in your observation book. You can verify the result using any direct tool. ഇപ്പം നമ്മളൊക്കെ തന്ന കണ്ടീഷൻ ഉപയോഗിച്ച് പ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്യണം. പക്ഷേ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഉപയോഗിക്കുന്നത് വെക്ടറും പോയിന്റും ഒക്കെ എനി ടൂൾ ഉപയോഗിക്കാം. പക്ഷേ പ്ലെയിൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ആ ഒബ്സർവേഷൻ ബുക്കിൽ നോട്ട് ചെയ്യുക. പിന്നെ നമുക്ക് ഡയറക്റ്റ് ടൂൾ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് വെരിഫൈ ചെയ്തുകൂടെ നോക്കാനാണ് നമുക്കിവിടെ പറയുന്നത്. നമുക്ക് 1ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. പ്ലെയിൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, 2, 3 ആൻഡ് പാരലൽ ടു ദ വെക്ടർ 2i - 2j + k i + 3j എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും അതുപോലെ ഈ 2 വെക്ടറിന് പാരലായിട്ടുള്ള ഒരു പ്ലെയിൻ നമുക്ക് പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ ഉപയോഗിച്ച് കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പോയിന്റ് വേണം, അതുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടറാണ് വേണ്ടത്. അപ്പോൾ അത് എങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. അപ്പോൾ പോയിന്റ് ഓർമ്മ വേണം. 2, 2, 3 ആണ് പോയിന്റ്. ആദ്യം നമുക്ക് അതങ്ങ് പ്ലോട്ട് ചെയ്യാം. അതിന് വേണ്ടി GeoGebra ഓപ്പൺ ചെയ്തു. അതിനുശേഷം ആ പോയിന്റ് നമുക്ക് നോക്കാം. പോയിന്റ് എന്ന് പറയുന്നത് ഇവിടെ ആദ്യം ടൈപ്പ് ചെയ്യുക 2, 2, 3 എന്ന് പറയുന്ന പോയിന്റായിട്ട് നമുക്ക് കിട്ടും. ഇനി തന്നിരിക്കുന്ന 2 വെക്ടേഴ്സ് അവിടെ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യണം. അതിന് 3i - 2j + k ആയിരുന്നു. അപ്പോൾ പോയിൻ്റായിട്ട് നമ്മൾ പറയുമ്പോൾ വെക്ടർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിക്കാം. വെക്ടർ പോയിൻ്റ് ടൂൾ ഉപയോഗിക്കാം. പോയിൻ്റ് ഞാൻ കൊടുക്കുകയാണ്. പോയിൻ്റ് എന്ന് പറയുന്നത് 3, -2, 1. അപ്പോൾ നമുക്ക് വെക്ടർ. രണ്ടാമത്തെ നോക്കാം. രണ്ടാമത്തെ വെക്ടർ നമുക്ക് ഇതേപോലെ കൺസ്ട്രക്ട് ചെയ്യാം. അതേ ടൂളാണ് വെക്ടർ പോയിൻ്റ് ടൂൾ ഉപയോഗിക്കാം. എന്നിട്ട് നമുക്ക് പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. പോയിന്റ് ടൈപ്പ് ചെയ്യാം. പോയിന്റ് ടൈപ്പ് ചെയ്യുമ്പോൾ രണ്ടാമത്തെ പോയിന്റ് പറയുമ്പം 1, 3, 0 ആണ്. നമുക്കൊരു ബ്രാക്കറ്റ് അധികമാണ്, അത് കളഞ്ഞിട്ട് എൻ്റർ അടിച്ചാൽ നമുക്ക് രണ്ടാമത്തെ വെക്ടറും കിട്ടും. അപ്പോൾ നമുക്ക് ഈ 2 വെക്ടറിന് പാരലായിട്ടുള്ളതും അതേപോലെ ഈ എയിൽ കൂടി പാസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്ലെയിനാണ് വേണ്ടത്. അത് പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ ഉപയോഗിച്ച് ചെയ്യണം. നോക്കാം. അപ്പോൾ ഇത് 2 വെക്ടറാണ്.
അത് യുവും വിയും ആണ്. ഞാൻ ഇതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു വെക്റ്റർ കൺസ്ട്രക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ രണ്ട് വെക്റ്റർ ഉണ്ടെങ്കിൽ അതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു വെക്റ്റർ കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിന് ഇത് പാരലൽ ലൈൻസ് ആണ്, പാരലൽ വെക്റ്റേഴ്സ് ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു വെക്റ്റർ ആയിരിക്കും കിട്ടുന്നത്. ഒന്നുകൂടെ പറയാം, രണ്ട് പാരലൽ വെക്റ്റേഴ്സ് ആണ്, അതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുത്താൽ അതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു വെക്റ്റർ ആയിരിക്കും. ഞാനപ്പം ഇതിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. യു ടൈപ്പ് ചെയ്യുക. ഇവിടെ ആണ് ഈ ആൽഫയിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ നിന്നും വരുന്നതാണ് ഈ ക്രോസ് സർക്കിളിനകത്ത് ഇട്ടതാണ് ക്രോസ് പ്രോഡക്റ്റ്. നമ്മളവിടെ കൊണ്ടുപോകുമ്പോൾ എഴുതിക്കാണ് ക്രോസ് പ്രോഡക്റ്റ് ബി എന്ന് ടൈപ്പ് ചെയ്താൽ ഇത് താഴോട്ട് നോക്കിയാൽ നമുക്കത് കാണാൻ സാധിക്കും. താഴോട്ട് വെർട്ടിക്കലി മൂവ് ചെയ്യുന്നതിന് ഇതെടുത്തിട്ട് ഇത് വരുമ്പോൾ വെർട്ടിക്കലി മൂവ് ചെയ്യുക, ഇങ്ങനെ അങ്ങ് പോവുകയാണ്. അത് എങ്ങനെയാണെന്ന് നമുക്ക് പ്രശ്നമല്ല, നമ്മൾ ചെയ്യേണ്ടത്. അപ്പം നമുക്ക് കിട്ടിയത് ഒരു പെർപെൻഡിക്കുലർ ലൈൻ കിട്ടി. നമ്മൾ ചെയ്യേണ്ടത് ഇത്രയാണ്, ഈ ലൈന് ഈ വെക്റ്ററിന് പെർപെൻഡിക്കുലറായിട്ട് ഈ പോയിന്റിൽ കൂടി ഒരു പ്ലെയിൻ വരച്ചാൽ മതി. അത് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. അത് നമുക്ക് വേണമെങ്കിൽ നേരത്തെ ഈ പെർപെൻഡിക്കുലർ പ്ലെയിൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ക്ലിക്ക് ചെയ്താൽ അതിവിടെ വരും, അതുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് പോയിന്റ് മാറ്റി കൊടുക്കണം. നമുക്ക് വേണ്ടത് W എന്ന് പറയുന്ന എ എന്ന് പറയുന്ന പോയിൻ്റാണ്, പക്ഷെ വെക്റ്റർ W ആണ്. W എന്ന് ടൈപ്പ് ചെയ്താൽ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച പ്ലെയിൻ കിട്ടും. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂളാണ് ഉപയോഗിച്ചത്. നമുക്കിവിടെ നിന്നും ഈ ടൂൾ എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഇത് പെർപെൻഡിക്കുലർ ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് ഡയറക്റ്റ് മെത്തേഡിൽ വേണമെങ്കിൽ നോക്കാം, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റും ഇത് പെർപെൻഡിക്കുലർ ആണ്, ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതാണെന്നുള്ള രീതി നമുക്ക് ഇവിടെ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഇത് ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്കറിയാം. ഇപ്പം വെക്റ്റർ ഇതിൻ്റെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെ ചെയ്യാമെന്ന്. അതിനുവേണ്ടി ഞാൻ ഇതൊന്ന് ഹൈഡ് ചെയ്യുന്നു. ഇത് നമുക്ക് വേണ്ട. ഈ പോയിന്റിൽ കൂടി ഇതിന് പാരലായിട്ട് ഇതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു വെക്റ്റർ എങ്ങനെ നോക്കാം. അതിനുവേണ്ടി നമുക്കിവിടെ നിന്ന് പ്ലെയിൻ ടൂൾ ഉപയോഗിക്കാം. പ്ലെയിൻ ടൂൾ എന്ന് പറയുന്നത് നമ്മൾ താഴോട്ട് ഉപയോഗിച്ചപ്പം ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, വെക്റ്റർ എന്ന് പറയുന്നത് യു ആണ്, അടുത്ത വെക്റ്റർ വി ആണ്. എന്നിട്ട് നമുക്ക് നോക്കാം. നമുക്ക് ഈ രണ്ട് പ്ലെയിനും ഒന്ന് തന്നെ നോക്കാം. ഞാൻ ഡയറക്റ്റ് ചെയ്തത് നമ്മുടെ പ്ലെയിൻ പോയിന്റ് വെക്റ്റർ ടൂൾ ഉപയോഗിച്ച് ചെയ്തു. നമ്മളിത് ഡയറക്റ്റ് ചെയ്ത് ഇതിനെ വെരിഫൈ ചെയ്ത് നോക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഞാൻ രണ്ട് രീതിയിൽ ചെയ്തപ്പോഴും ഇത് സെയിം തന്നെയാണ്, കോൺസൈഡീവ് ആണ്. നമ്മൾ ചെയ്തത് ശരിയാണ് എന്ന് കൂടി നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കും. നെക്സ്റ്റ് പ്രോബ്ലത്തിലോട്ട് പോകാം. നെക്സ്റ്റ് പ്രോബ്ലം പറയുന്നത് പ്ലെയിൻ പാസസ് ത്രൂ 3 പോയിന്റ്സ്. 3 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡയറക്റ്റ് ടൂൾ ഉപയോഗിച്ചെങ്കിൽ വളരെ എളുപ്പം 3 പോയിന്റ് എടുത്തിട്ട് പ്ലെയിൻ പാസിങ് ത്രൂ 3 പോയിന്റ്സ് നമ്മുടെ ടൂൾ എടുത്ത് ഈ 3 പോയിന്റ് ക്ലിക്ക് ചെയ്താൽ ഡയറക്റ്റ് മെത്തേഡ് നമുക്ക് പെട്ടെന്ന് സാധിക്കും. പക്ഷെ നമുക്ക് ഡയറക്റ്റ് മെത്തേഡ് അല്ല, പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ ഉപയോഗിക്കണം. അതിനുവേണ്ടി ഞാനിതൊന്ന് ഹൈഡ് ചെയ്യുകയാണ്, ഡിലീറ്റ് ചെയ്യുകയാണ്. നമുക്ക് സേവ് ചെയ്യണം. കുട്ടികൾ ചെയ്യുമ്പോൾ അതിനെ സേവ് ചെയ്യാണ് വേണ്ടത്. എന്നിട്ട് നമുക്കിവിടെ പറയുന്ന ഓരോ പോയിന്റും നമുക്ക് കൊടുക്കാം. ഇവിടുത്തെ പറയുന്ന പോയിന്റുകൾ ശ്രദ്ധിക്കുക. ഒന്നാമത്തെ പോയിന്റ് 1, -2, 3 എന്ന് പറയുന്ന പോയിന്റ് എ ആയിട്ട്. രണ്ടാമത്തെ പോയിന്റ് ഞാൻ എടുക്കുന്നില്ല, അതിൻ്റെ ഒരു വെക്റ്റർ എടുക്കാൻ പോയാണ്. അല്ലെങ്കിൽ പോയിന്റ് മാർക്ക് ചെയ്യാം. ഞാൻ രണ്ടാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് 1,1,4 ആണ്. മൂന്നാമത്തെ പോയിന്റ് -3,2,2. 3 പോയിന്റ്. നമുക്ക് 3 പോയിന്റിൽ കൂടി വരയ്ക്കണമെങ്കിൽ ഈ ടൂൾ എടുത്ത് അല്ലെങ്കിൽ ഇവിടെ കമാൻഡ് കൊടുത്ത് പെട്ടെന്ന് ചെയ്യാവുന്നതാണ്. പക്ഷേ നമുക്ക് വേണ്ടത് ഒരു പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു, മറ്റു 2 ഒരു പെർപെൻഡിക്കുലർ ലൈനൂടെ വേണം.
അപ്പോൾ അതിനു വേണ്ടി ഇത്രയും ചെയ്താൽ മതി. ഞാൻ ഈ ഒരു വെക്റ്റർ പോയിൻ്റ് ടൂൾ ഉപയോഗിച്ച് ഞാനിവിടെ ഒരു വെക്റ്റർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അത് ബി എന്ന് പറയുന്ന പോയിൻ്റാണ് ഉപയോഗിക്കുന്നത്. രണ്ടാമത് അതേ ടൂൾ ഉപയോഗിച്ച് സി കൂടി ഒരു പ്ലെയിൻ വരയ്ക്കും, ഒരു ലൈൻ വെക്റ്റർ വരയ്ക്കും. നമുക്ക് റൊട്ടേറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഈ രണ്ട് വെക്റ്ററിന് പെർപെൻഡിക്കുലറായിട്ട് ഒരു എന്ത് വരയ്ക്കണം, ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. ഇപ്പോൾ രണ്ട് വെക്റ്ററിന് പെർപെൻഡിക്കുലറായിട്ട് ലൈൻ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? മുമ്പേ പറഞ്ഞാണ് ക്രോസ് പ്രോഡക്റ്റ് എടുക്കുക. അപ്പോൾ യു ക്രോസ് പ്രോഡക്റ്റ് എടുക്കുന്ന ഈ ആൽഫയെ ക്ലിക്ക് ചെയ്താൽ ക്രോസ് പ്രോഡക്റ്റ് വി എന്ന് ടൈപ്പ് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും പെർപെൻഡിക്കുലർ വെക്റ്റർ വരയ്ക്കാം. എന്നിട്ട് നമ്മുടെ ടൂൾ ഉപയോഗിക്കാം. ഇത് ഇവിടെ നിന്ന് ടൂൾ ഉപയോഗിക്കാം. പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ എടുത്തിട്ട് ഈ പോയിന്റിലും ഈ ലൈനിലും ക്ലിക്ക് ചെയ്താൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ നമുക്ക് ഒരു പ്ലെയിൻ കിട്ടി. ഇത് ചെക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇതൊന്ന് ഹൈഡ് ചെയ്തിട്ട് ഈ 3 പോയിന്റ് പ്ലെയിൻ പാസ് ത്രൂ 3 പോയിന്റ്സ് ടൂൾ എടുത്ത് ഇവിടെ 3 പോയിന്റിലും ക്ലിക്ക് ചെയ്താൽ നമുക്ക് പ്ലെയിൻ കിട്ടുന്ന സെയിം ആണ്. ഇങ്ങനെ വെരിഫൈ ചെയ്യാൻ കൂടി നമ്മളിത് പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഇത് നമുക്ക് ഈ പോയിന്റ് മാർക്ക് ചെയ്യാതെ തന്നെ ആദ്യം തന്നെ വെക്റ്റർ ഈ ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് 2 വെക്റ്റർ ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ 3 പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നത് കാണാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. നെക്സ്റ്റ് മൂന്നാമത്തെ പ്രോബ്ലം പറയുന്നത് പ്ലെയിൻ കണ്ടെയ്ൻസ് എ ലൈൻ വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു I plus 2j minus 3k plus lambda into 3i plus k and the parallel to vector r is equal to 3i plus 2j plus lambda into 2i plus j plus k. എന്നുവെച്ചാൽ ഈ ലൈൻ കണ്ടെയ്ൻ ചെയ്യുന്നതും അതുപോലെ ഈ ലൈന് പാരലായിട്ടുള്ളതുമായ ഒരു പ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പ്ലെയിൻ കണ്ടെയ്ൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലൈൻ കണ്ടെയ്ൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലൈനിലെ ഒരു പോയിന്റാണ് ഈ കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ വെക്ടറാണ്. അപ്പോൾ അവിടുത്തെ ഒരു പോയിന്റ് നമുക്ക് കിട്ടും. ഇപ്പോൾ നമ്മൾ പെർപെൻഡിക്കുലർ ടൂൾ ഉപയോഗിക്കണമെങ്കിൽ, പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ ഉപയോഗിക്കണമെങ്കിൽ ഒരു പോയിന്റ് വേണം. ആ പോയിന്റ് എന്ന് പറയുന്നത് ഈ ലൈനിലെ പോയിന്റും ഇത് കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ട് അത് ലൈനിലെ പോയിന്റും പ്ലെയിനിലെ പോയിന്റ് സെയിം ആണെന്ന് കിട്ടും. പിന്നെ നമുക്കറിയാം ഇത് ലൈൻ ഏതാണ്? ലൈനിലെ പ്ലെയിനിലെ ലൈനാണ്. ഇത് പ്ലെയിനിലെ ഒരു ലൈനാണ്. അവിടുത്തെ ഒരു പാരലൽ വെക്ടറാണ് ഇതെന്ന് പറയാൻ ലൈൻ എഴുതുമ്പോൾ. അതുപോലെ ഇത് അതിന് പാരലായിട്ടുള്ള ഒരു ലൈനാണ്. അപ്പോൾ അവിടുത്തെ വെക്ടർ ഈ പാരലൽ വെക്ടർ ഇതാണ്. അപ്പോൾ ഈ രണ്ട് വെക്ടറും നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് ഇത് രണ്ട് കൺസ്ട്രക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ പെർപെൻഡിക്കുലറായിട്ട് ഉള്ള ഒരു വെക്ടർ എടുക്കുന്നു. എന്നിട്ട് നമുക്ക് ഈ പറയുന്ന പെർപെൻഡിക്കുലർ ടൂൾ ഉപയോഗിച്ച് നമുക്കിത് വരയ്ക്കാവുന്നതാണ്. നമുക്ക് നോക്കാം. പ്ലെയിനിൽ ഉള്ള ലൈനിലെ ഒരു പോയിന്റ്, ആ പോയിന്റ് നമുക്കറിയാം ലാംഡയ്ക്ക് മുമ്പേ വരുന്ന പോർഷനിലാണ് പോയിന്റ് എന്ന് പറയുന്നത്. അത് 1, 2, -3 ആണ്. ആദ്യം ആ പോയിന്റ് കിട്ടി. ഇനി ഇതിലെ രണ്ട് വെക്റ്റർ, ആ വെക്റ്റർ എന്ന് പറയുന്നത് കണ്ടെയ്ൻ ചെയ്യുന്ന ആദ്യത്തെ ലൈനിലെ ലാംഡയ്ക്ക് ശേഷമുള്ള പാരലൽ വെക്റ്റർ എടുക്കുകയാണ്. അത് നമുക്ക് വെക്റ്റർ എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. വെക്റ്റർ പോയിന്റ് എന്ന് പറയുന്ന കമാൻഡ് ഉപയോഗിച്ചിട്ട് ടൈപ്പ് ചെയ്യുന്നു. പോയിന്റ് എന്ന് പറയുന്നത് 0, 3, 1. ഇതാണ് ആദ്യത്തെ വെക്റ്റർ. ഇനി രണ്ടാമത്തെ ലൈനിലെ പാരലൽ വെക്റ്റർ അതെന്ന് പറയുന്നത് 1, 3, 0 ആണ്. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ടൂൾ തന്നെ ഉപയോഗിക്കാൻ. വെക്റ്റർ പോയിന്റ് ടൂളിൽ പോയിന്റ് എന്ന് പറയുന്നത് 1, 3, 0 എന്ന് പറയുന്ന ഈ നമുക്കറിയാം ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാം. അത് ഇവിടെ ശ്രദ്ധിക്കാൻ ഇവിടുത്തെ പോയിന്റ് 1, 3, 0, 3, 1ഉം ഇവിടുത്തെ പോയിന്റ് 2, 1, 1 ആണ് രണ്ടാമത്തെ പോയിന്റ്. നമ്മൾ ടൈപ്പ് ചെയ്തതിൽ അല്പം വ്യത്യാസമുണ്ട്. രണ്ടാമത്തെ പോയിന്റിൻ്റെ വെക്റ്റർ എന്ന് പറയുന്നത് നമുക്കത് വെക്റ്റർ 2, 1, 1 എന്നാണ്.
അപ്പോൾ ഈ പോയിന്റ് നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ രണ്ട് വെക്ടർ കിട്ടി. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളൊരു വെക്ടർ നമുക്ക് എടുക്കണമെങ്കിൽ നമുക്ക് നേരത്തെ ഉപയോഗിച്ച ഇത് യു ഇത് തന്നെ എടുക്കാം. നമുക്ക് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമ്മൾ നേരത്തെ ഉപയോഗിച്ച യു ക്രോസ് പ്രോഡക്റ്റ് വി എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെ തന്നെ ഉണ്ട്, അത് താഴെയാണ്. അത് സൂം ഔട്ട് ചെയ്താൽ നമുക്കത് കാണാൻ സാധിക്കും. പോയിന്റ് ഇവിടെ ഉണ്ട്. പിന്നെ റൊട്ടേറ്റ് ചെയ്താൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇതാണ് പോയിന്റ്, ഇതാണ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെക്ടർ എന്ന് പറയുന്നത്. നമുക്ക് ടൂൾ ഉപയോഗിക്കാം. ഇവിടെ നിന്നും പെർപെൻഡിക്കുലർ, ഇത് നേരത്തെ ഇതാണ് വരുന്നത്. നമുക്കതല്ല പോയിന്റ്, നമ്മുടെ പോയിന്റ് ഇവിടുത്തെ എ എന്ന് പറയുന്ന പോയിന്റ് ഇത് കൊടുക്കാം. ഇവിടെ വെക്ടർ ഡബ്ല്യു ആണ് കൊടുക്കേണ്ടത്. ഡബ്ല്യു ടൈപ്പ് ചെയ്യുക, വെക്ടർ. അപ്പോൾ നമുക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്ന ഒരു പ്ലെയിൻ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഓക്കെ, ഇതാണ് ഇതെന്ന് പറയാം. ഇത് ഡയറക്റ്റ് മെത്തേഡ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ രീതിക്ക് തന്നെ ഉപയോഗിക്കാം. ഇത് രണ്ട് വെക്ടറാണ്. എന്നിട്ട് അതായത് പ്ലെയിൻ, പോയിന്റ്, വെക്ടർ എന്ന് പറയുന്ന ഡയറക്റ്റ് മെത്തേഡ് ഉപയോഗിച്ച് നമുക്കിത് വെരിഫൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് പറയുന്നത് ഇത് പ്ലെയിൻ കണ്ടെയ്ൻസ് ലൈൻസ് വെക്ടർ ആർ ഈസ് ഈക്വൽ ടു ഇതുമാണ്. എന്നുവെച്ചാൽ ഈ രണ്ട് വെക്ടറും ഈ രണ്ട് ലൈനും ആ പ്ലെയിനിലാണ്. അങ്ങനെ ആ രീതിയിലുള്ള നമുക്കൊരു പ്ലെയിൻ കൺസ്ട്രക്ട് ചെയ്യാനാണ് പറയുക. ഇത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെയാണ്. ഇവിടുത്തെ ഒരു പോയിന്റ് ഇതെടുക്കാം, 1 - 1 എന്നുള്ള പോയിന്റ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ വെക്ടർ എന്ന് പറയുന്നത്, അപ്പോൾ വെക്ടർ എന്ന് പറയുന്നത് ഒരു പോയിന്റ് നമുക്ക് ഇത് തന്നെ എടുക്കാം, ഒരു പോയിന്റ്, അടുത്തൊരു പോയിന്റ് ഇതെടുക്കാം. കാരണം ഇത് പാരലൽ ഒരു കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ട് ഇത് പാരലൽ വെക്ടേഴ്സ് രണ്ട് സെയിം ആയിരിക്കും. അതുകൊണ്ട് ഈ ഒരു പ്ലെയിനിൽ തന്നെ ആയതുകൊണ്ട് ഈ രണ്ട് വെക്ടേഴ്സും സെയിം ആയിട്ട് നമുക്ക് പറയാം. അതുപോലെ ഇത് പാരലാണ് എന്നുകൂടി നമുക്ക് പറയാൻ പറ്റും. പിന്നെ അപ്പോൾ നമുക്ക് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ പ്ലെയിനിലെ പോയിന്റ് ആയിരിക്കും, ഇതും പ്ലെയിനിലെ പോയിന്റ് ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു വെക്ടർ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും, ഇതിൻ്റെയും ഒരു വെക്ടർ ക്രിയേറ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഞാനത് അഞ്ചാമത്തെ, പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ ആൻഡ് അറ്റ് എ ഡിസ്റ്റൻസ് 5 യൂണിറ്റ്സ് ഫ്രം ദ ഒറിജിൻ. പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ വെക്ടർ. അപ്പോൾ നമുക്കിവിടെ പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്ടർ തന്നിരിക്കുകയാണ്. പിന്നെ നമുക്ക് പിന്നെ വേണം അറ്റ് എ ഡിസ്റ്റൻസ് 5 യൂണിറ്റ്സ് ഫ്രം ദ ഒറിജിൻ. അപ്പോൾ ഈ വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതും പിന്നെ എന്താണ് 5 യൂണിറ്റ്സ്, ഒറിജിനിൽ നിന്ന് 5 യൂണിറ്റ്സ് ഉള്ള ഡിസ്റ്റൻസ് ഉള്ള ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെർപെൻഡിക്കുലർ വെക്ടർ ഇവിടെ കിട്ടി. നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആദ്യം വെക്ടർ ക്രിയേറ്റ് ചെയ്യുന്നു. വെക്ടർ നമുക്ക് തന്നിരിക്കുന്ന വെക്ടർ എന്ന് പറയുന്നത് 2, -2, 3 എന്ന് പറയുന്ന വെക്ടറാണ്. നമ്മളത് ടൈപ്പ് ചെയ്ത് എൻ്റർ അടിക്കും. സോറി, നമുക്ക് ഇവിടുത്തെ ഒരു ബ്രാക്കറ്റ് മിസ്സായിപ്പോയി, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ നമുക്ക് ഒറിജിനൽ കൂടി അതായത് ഒറിജിനൽ കൂടിയുള്ള ഒരു വെക്ടറാണ് ഇതെന്ന് നമുക്കറിയാം. ഇനി ഒറിജിനിൽ നിന്ന് 5 ഡിസ്റ്റൻസിലുള്ള ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ 5 ഡിസ്റ്റൻസിലുള്ള പോയിന്റ് കണ്ടുപിടിക്കണം. നമുക്കറിയാം ഇത് യൂണിറ്റ് വെക്ടർ അല്ല. ഇത് നമുക്ക് അതിൻ്റെ മോഡുലസ് ചെക്ക് ചെയ്യാം. മോഡുലസ് ചെക്ക് ചെയ്യുന്നതിന് ഷിഫ്റ്റ് അടിച്ചുകൊണ്ട് ബ്ലാക്ക് / ക്ലിക്ക് ചെയ്യുക. അതായത് എൻ്ററിൻ്റെ മുകളിലുള്ള കീ ക്ലിക്ക് ചെയ്തിട്ട് യു ടൈപ്പ് ചെയ്താൽ നമുക്ക് ടൈപ്പ് ചെയ്ത് വീണ്ടും ആ എൻ്ററിൻ്റെ മുകളിലുള്ള കീ ക്ലിക്ക് ചെയ്താൽ നമുക്ക് മോഡിൻ്റെ സിമ്പിളാവും. എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് കിട്ടും ഇവിടെ 4.12 ആണ് ഇതിൻ്റെ മോഡുലസ്. അപ്പോൾ ഇത് അല്ല, നമുക്ക് 5 യൂണിറ്റ്സ് വേണം. അപ്പോൾ 5 യൂണിറ്റ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ഞാൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇവിടെ ഇതൊരു വെക്ടറാണ്. അതിനെ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അത് യൂണിറ്റ് വെക്ടറാണ്. അതിൻ്റെ മോഡുലസ് 1 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇത്രയാണ്, 5u ബൈ അതിൻ്റെ മോഡുലസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് എ എന്നാണ് അതിൻ്റെ മോഡുലസിൻ്റെ പേര്. അപ്പോൾ ഇത് 5 ഡിസ്റ്റൻസിലുള്ള ഒരു അല്ലെങ്കിൽ 5 മോഡുലസ് ഉള്ള ഒരു വെക്ടറാണ്. ഞാൻ ഇത് ഹൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ എൻ പോയിന്റ് ഒന്ന് കണ്ടുപിടിക്കണം. ഇത് ഒറിജിനൽ കൂടിയുള്ള വെക്ടറാണെന്ന് നമുക്കറിയാം. നമ്മൾ വെക്ടർ ടൂളിനകത്ത് ഉപയോഗിച്ചാണ് വെക്ടർ എൻ പോയിന്റ് കണ്ടുപിടിക്കാൻ പറ്റും. എന്നുവെച്ചാൽ അതിൻ്റെ
വെക്റ്റർ നമ്മൾ പോയിന്റ് എടുക്കുന്നു, സ്റ്റാർട്ട് പോയിന്റ് കൊടുക്കും. സ്റ്റാർട്ട് പോയിന്റ് ഒറിജിനാണ് നമുക്കറിയാം, O എന്ന് ഒറിജിൻ അവിടെ ഇല്ല, നമുക്കതിന് വേണമെങ്കിൽ അത് മാർക്ക് ചെയ്യാം. അപ്പോൾ അത് A എന്ന പേരിലാണ് വരുന്നത്. ഞാനൊന്ന് റീനെയിം ചെയ്തിട്ട് ഞാനതിനെ റീനെയിം ചെയ്ത് O എന്ന് കൊടുക്കുകയാണ്. ഒറിജിൻ്റെ നെയിം O ആയതുകൊണ്ടാണ് അങ്ങനെ കൊടുത്തത്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഒരു ടൂളുണ്ട്. ഇപ്പം ഇവിടെ വെക്റ്റർ ഫ്രം പോയിന്റ് എന്ന് പറയുന്ന ടൂള്. ഈ ടൂൾ ഉപയോഗിച്ച് ഈ പോയിന്റിലും ഇതിലും ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ എൻ പോയിന്റ് കിട്ടും. നമ്മൾ ഒറിജിൻ നമുക്കറിയാം, ഈ പോയിന്റ് ഈ വെക്റ്റർ ഒറിജിൻ എന്നാണ്, ഈ വെക്റ്റർ V ആണ് നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ എൻ പോയിന്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പറയുന്ന ഈ ടൂൾ എടുത്ത്, അതായത് വെക്റ്റർ ഫ്രം പോയിന്റ് ടൂൾ എടുത്ത് ആ ഇനിഷ്യൽ പോയിന്റിലും വെക്റ്ററും ക്ലിക്ക് ചെയ്താൽ കിട്ടുന്നത് അതിൻ്റെ എൻ പോയിന്റ്സ് ആയിരിക്കും എന്ന് കൂടി മനസ്സിലാക്കി. അപ്പോൾ ഈ എൻ പോയിന്റ്സ് കണ്ടുപിടിക്കാനുള്ള ഒരു ടൂളാണ് ഇതെന്ന് പറയുന്നത്, വെക്റ്റർ ഫ്രം പോയിന്റ് ടൂൾ. ഉണ്ടോ, ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റും കൊടുക്കണം, വെക്റ്ററും കൊടുക്കണം. ഞാൻ ഈ O' എന്നാണ് കിട്ടിയത്, ഞാൻ അതിനെ റീനെയിം ചെയ്ത് A എന്ന് കൊടുക്കുകയാണ്. കാരണം നമുക്ക് ഈ ടൈപ്പ് ചെയ്യാൻ A' ഒക്കെ വന്നാൽ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, O' വന്നാൽ. എന്നിട്ട് നമുക്ക് ഇത് പെർപെൻഡിക്കുലറാണ്, ഈ പോയിന്റിൽ കൂടി പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു വെക്റ്ററാണ് ഇതെന്ന് നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ പെർപെൻഡിക്കുലർ ടൂൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഇവിടെ നിന്നും പെർപെൻഡിക്കുലർ പ്ലെയിൻ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് എയിലും ഈ വെക്റ്ററിന് ക്ലിക്ക് ചെയ്താൽ ഇത് ഇതിന് നമ്മൾ റിക്വേർഡ് പ്ലെയിൻ കിട്ടുന്നതായിരിക്കും. കേട്ടോ, ഇത് ഈ ലൈനിൽ ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു, അതുകൂടാതെ പെർപെൻഡിക്കുലറായിട്ട് ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഡയറക്റ്റ് മതി എന്ന് പറയുമ്പോൾ നമ്മളിവിടെ V കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുത്തെ എൻ പോയിന്റും കിട്ടി. V കൺസ്ട്രക്റ്റ് ചെയ്തതിന് ശേഷം നമുക്കിവിടെ എൻഡ് പോയിന്റ് കിട്ടി. എൻ പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു, പോയിന്റ് വെക്റ്റർ ഫ്രം പോയിന്റ് ടൂൾ ഉപയോഗിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം ഇവിടെ പ്ലെയിൻ പോയിന്റ് വെക്റ്റർ എന്ന് പറയുന്ന ടൂൾ ഉപയോഗിച്ച് വേണേൽ കണ്ടുപിടിക്കാം. അത് ഡയറക്റ്റ് മെത്തേഡാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, ആറാമത്തത്. The line passes through the point 3 to 4 and parallel to the plane x plus y plus 2z is equal to 2 ആണ്. ഈ പ്ലെയിന് പാരലായിട്ടുള്ള ഒരു പ്ലെയിനാണ് കണ്ടുപിടിക്കേണ്ടത്. അത് പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്. ശരി, പാസ് ചെയ്യുന്ന പോയിന്റ് 3 to 4 ആണ്. അപ്പോൾ ആദ്യം നമുക്ക് പോയിന്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യുന്നു. പോയിന്റ് ഞാൻ എഴുതുവാണ്. നമ്മുടെ പോയിന്റ് 3 to 4 ആയിരുന്നു. 3, 2, 4. എന്നിട്ട് നമുക്ക് പറയുന്ന കണ്ടീഷൻ നോക്കണം. നമുക്ക് ആ പ്ലെയിനൂടെ ഞാനൊന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്, കൺട്രോൾ P. ഈ പ്ലെയിന് പാരലായിട്ടുള്ള എയിൽ കൂടി പാസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഒരു പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ റേഷ്യൂസ് ഒക്കെ പറയുന്നത് നമുക്കറിയാം 1, 1, 2 ആണെന്നൊക്കെ പറയാം. അപ്പോൾ അതിന് വെക്ടറാക്കി പറയുകയാണെങ്കിൽ 2i plus 2j i plus j plus 2k എന്ന് പറയാം. ഈ i plus j plus 2k ആണ് ഇതിൻ്റെ ഈ വെക്ടറിലെ അല്ലെങ്കിൽ ഈ പ്ലെയിനിലെ നോർമൽ വെക്ടർ എന്ന് പറയുന്നത് അതിനെയാണ്. കാര്യം മനസ്സിലാക്കുക, ഇങ്ങനൊരു വെക്ടർ തന്നാൽ ഈ പ്ലെയിൻ നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുമ്പോഴുള്ള നോർമൽ വെക്ടർ, അതായത് പെർപെൻഡിക്കുലർ വെക്ടർ എന്ന് പറയുന്നത് ഈ XYZൻ്റെ കോയിഫിഷ്യൻ്റെ കൂടെ IJK ചേർത്ത് പറയുന്ന, അല്ലെങ്കിൽ XYZ മാറ്റിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ XYZ മാറ്റുക, അതിന് പകരം IJK ചേർക്കുമ്പോൾ I plus J plus 2k ആണ്. ഈ വെക്ടറാണ് ഇതിലെ നോർമൽ വെക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ എന്നുവെച്ചാൽ ഇതിന് പെർപെൻഡിക്കുലറായിട്ടുള്ള വെക്ടറാണ്, ഈ പ്ലെയിന് പെർപെൻഡിക്കുലറായിട്ടുള്ള വെക്ടറാണ്. നമ്മൾ നേരത്തെ കണ്ടീഷനൊക്കെ പറഞ്ഞ് പെർപെൻഡിക്കുലർ വെക്ടർ വേണമെന്ന് പറഞ്ഞ് പെർപെൻഡിക്കുലർ വെക്ടർ കണ്ടുപിടിക്കാൻ നമ്മളിവിടെ ചെയ്യുന്നത്. പക്ഷേ ഇങ്ങനൊരു വെക്ടർ തന്നാൽ, ഒരു പ്ലെയിനിൻ്റെ ഇക്വേഷൻ തന്നാൽ അതിലെ നോർമൽ വെക്ടർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വെക്ടർ എന്ന് പറയുന്നത് ഇതാണ് I plus J plus 2k ആണ്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. വെക്ടർ, ഇപ്പം പോയിന്റ് ഓർമ്മ വേണം,
വെക്റ്റർ പോയിൻ്റ് ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യുന്നത് 1,1,2 എന്ന് പറയുന്ന വെക്റ്റർ ക്രിയേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്ററാണ്. എന്നിട്ട് നമുക്കൊരു ഇപ്പോൾ ഇവിടെ അത് ഇതിന് പെർപെൻഡിക്കുലർ, ഇത് രണ്ടും പാരലാന്ന് പറയും. നമുക്ക് വേണ്ടത് പാരലൽ വെക്റ്റേഴ്സാണ്. ഇതിന് പാരലായിട്ട് ആയതുകൊണ്ട് ഇത് പാരലായിട്ടുള്ള വെക്റ്റർ നമുക്ക് വേണ്ട. അപ്പം ഇതിന് പാരലായിട്ടുള്ള വെക്റ്റർ ആയതുകൊണ്ട് ഇത് ഈ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത് നമ്മുടെ ഗിവൺ നമുക്ക് കണ്ടുപിടിക്കേണ്ട റിക്വേർഡ് പ്ലെയിൻ്റെ പെർപെൻഡിക്കുലറും ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് നോക്കാം. എന്നിട്ട് ഞാൻ പെർപെൻഡിക്കുലർ ടൂൾ ഉപയോഗിക്കുകയാണ്. ഞാൻ അതിന് വേണ്ടി ഇവിടുന്ന് വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്നിട്ട് ആ പോയിന്റിലും വെക്റ്ററിൽ ക്ലിക്ക് ചെയ്യും. ഇത് പാരലൽ വെക്റ്റേഴ്സാണ്. ഇവിടെ മാത്രമേ വ്യത്യാസം ഉണ്ടാകത്തുള്ളൂ, ശ്രദ്ധിച്ചോണം. പാരലൽ പ്ലെയിൻസ് ആണ്. അപ്പോൾ അതിൻ്റെ കോൺസ്റ്റൻറ്റ് വാല്യൂസിന് മാത്രമേ വ്യത്യാസം വരത്തുള്ളൂ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇതുപോലെ പ്ലെയിൻ ആണെങ്കിൽ ആ പ്ലെയിൻ്റെ നോർമൽ വെക്റ്റർ കണ്ടുപിടിക്കുക. നമുക്കൊരു പോയിന്റ് തന്നിട്ടുണ്ട്. ആ നോർമൽ വെക്റ്റർ നമ്മുടെ റിക്വേർഡ് വെക്റ്ററിൻ്റെ നോർമൽ വെക്റ്റർ ആയിരിക്കും, കാരണം ഇത് പാരലായതുകൊണ്ട് കൂടി മനസ്സിലാക്കുക. എന്നിട്ട് നമ്മുടെ പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ ഉപയോഗിക്കുക. ഒന്നെങ്കിൽ അത് ഇവിടെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ടൂൾ ഉപയോഗിക്കാം, വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ദ നെക്സ്റ്റ് പ്രോബ്ലം 7th one. The plane passes through the point 1, 2, 3 and perpendicular to the plane. അതായത് ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും ഈ രണ്ട് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊരു പോയിന്റ് നമുക്കങ്ങ് വരയ്ക്കാം. ഞാനിത് ഡിലീറ്റ് ചെയ്യുന്നു. നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് 1, 2, 3 ആണ്. അപ്പോൾ ആദ്യം പോയിന്റ് മാർക്ക് ചെയ്യുന്നു. നമ്മൾ ഈ 2,3 പോയിന്റ് കിട്ടി. ഞാൻ തന്നിരിക്കുന്ന രണ്ട് പ്ലെയിനും ഒന്ന് വരയ്ക്കാൻ പോവുകയാണ്. അപ്പം ഈ പ്ലെയിൻ ആദ്യം വരയ്ക്കുന്നു. ഞാനിവിടെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. Ctrl+C എന്നിട്ട് ഞാൻ ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് Ctrl+V കൊടുത്താൽ ഇവിടെ വരും. അതിന് പ്ലെയിൻ കിട്ടി. നെക്സ്റ്റ് രണ്ടാമത്തെ അതേപോലെ തന്നെ ഞാൻ വരയ്ക്കുകയാണ്. Ctrl+C എടുത്ത് കോപ്പി ചെയ്യുന്നു. ഇവിടെ Ctrl+V അടിച്ച് പേസ്റ്റ് ചെയ്യുന്നു. എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഈ രണ്ട് വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ രണ്ട് പ്ലെയിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. അത് ഏതിൽ കൂടി പാസ് ചെയ്യണം? എയിൽ കൂടി പാസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ന് കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇതേപോലെ ഒരു പ്ലെയിൻ തന്നാൽ ആ പ്ലെയിനിലെ നോർമൽ വെക്റ്റർ എന്ന് പറയുന്നത് ഇതേപോലെ ഈ XYZ മാറ്റിയിട്ട് IJ ചേർത്ത് പറയുന്നതായിരിക്കും. എന്ന് വെച്ചാൽ 2i+j+2k ആയിരിക്കും. അപ്പോൾ ആ വെക്റ്റർ ആദ്യത്തേനകത്ത് വെക്റ്റർ എന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്, നോർമൽ വെക്റ്റർ. അപ്പോൾ ആദ്യത്തേനകത്ത് പറയുമ്പോൾ നമുക്ക് പറയാവുന്ന കാര്യമാണ് ഏതാണ്? 2,1,2 ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, രണ്ടാമത്തെ പ്ലെയിനിലും അതേപോലെ ഞാൻ കണ്ടുപിടിക്കുകയാണ്. വെക്റ്റർ പോയിന്റ് ടൂൾ ഉപയോഗിക്കുന്നു. പോയിന്റ് കൊടുക്കുന്നു 1,-3,1 എൻ്റർ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ രണ്ട് വെക്റ്റർ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. എന്നുവെച്ചാൽ രണ്ട് വെക്റ്റേഴ്സിൻ്റെയും രണ്ട് പ്ലെയിൻ്റെയും നോർമൽ വെക്റ്ററാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് പ്ലെയിനും നമ്മുടെ റിക്വേർഡ് പ്ലെയിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. അപ്പോൾ ആ പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കുന്നതിന് ഈ രണ്ട് വെക്റ്റർ നമുക്ക് യുവും വിയും കിട്ടി. ഇതിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ കണ്ടുപിടിച്ചാൽ മതി. അതിന് നമുക്കറിയാം, പെർപെൻഡിക്കുലർ ആയിട്ട് രണ്ട് വെക്റ്റർ ഉണ്ടെങ്കിൽ അതിൻ്റെ പെർപെൻഡിക്കുലർ വെക്റ്റർ കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ഇവിടെ ഈ ക്രോസ് പ്രോഡക്റ്റ് ഉപയോഗിക്കാം. നേരത്തെ ഉപയോഗിച്ച കമാൻഡ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് എടുത്ത് എൻ്റർ അടിച്ചാൽ മതി. നമുക്ക് മൂന്നാമതൊരെണ്ണം കിട്ടും. അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് നമുക്കത് കാണാവുന്നതാണ്. കണ്ടോ, അത് ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരെണ്ണമാണ്. എന്നിട്ട് നമുക്ക് പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് അത് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ പോയിന്റ് എ ആണ്, ഇത് W തന്നെയാണ് ഇവിടുത്തെ. എന്നിട്ട് എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ മൂന്നാമത്തെ ഒരു പ്ലെയിൻ കിട്ടും. അതിൻ്റെ ഇക്വേഷൻ ഇതാണ്. x - z = -2 എന്ന് പറയുന്നതാണ്.
അപ്പോൾ ഇത് നമുക്കെല്ലാം ഒരേ കളറിൽ ഇരിക്കുന്നു. നമുക്കിതിൻ്റെ കളറൊന്ന് മാറ്റുന്നതിന് നമുക്ക് ഒന്നെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതുകൊണ്ട് ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ കളർ കൊടുക്കുന്നു. ഒന്നാമത്തെ പ്ലെയിൻ ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കുന്നു, 100 കൊടുക്കുന്നു. അതാണ് ഒന്നാമത്തെ പ്ലെയിൻ. എന്നിട്ട് രണ്ടാമത്തെ പ്ലെയിൻ വേണമെങ്കിൽ നമുക്ക് ഇവിടെ പ്ലെയിനിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസിൽ പോയിട്ട് അതിൻ്റെ ബ്ലൂ കളർ കൊടുക്കുന്നു, ഒപ്പാസിറ്റി കൂട്ടി കൊടുക്കുക, ഫുൾ കൊടുക്കുക. എന്നിട്ട് ഇനി നമ്മൾ തിരിച്ച് വീണ്ടും അടുത്ത പ്ലെയിനിൽ പോയി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അടുത്ത പ്ലെയിനിലോട്ടൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അടുത്ത പ്ലെയിനിൽ നിന്ന് വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ടൂൾ എടുത്ത് മൂവിങ് ടൂൾ എടുത്തിട്ട് അടുത്ത പ്ലെയിനിൽ നിന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്ത ഒരു കളർ കൂടി കൊടുക്കാവുന്നതാണ്. ഞാൻ കളർ കൊടുത്ത് അതിന് ഒപ്പാസിറ്റി കൂട്ടിക്കൊടുക്കും. ഇനി ക്ലോസ് ചെയ്യും. കണ്ടോ 3. ഇപ്പം നമ്മൾ റിക്വയർഡ് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ഇത് നോക്കിയാൽ മതി. ഇത് 2 പ്ലെയിനും എന്താണ് പെർപെൻഡിക്കുലർ ആണ് എന്ന രീതിയിലാണ് കാണാൻ പറ്റുന്നത്. ഇവിടുത്തെ ഉണ്ടായിരിക്കുന്ന ആംഗിൾ 90 ഡിഗ്രി ആണ് എന്ന രീതിയിൽ നമുക്കിത് കാണിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ കളറൊക്കെ മാറ്റാം നമുക്ക്. അപ്പോൾ അതോടൊക്കെ ശ്രദ്ധിക്കുക, അത് നല്ലൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ പാരലാണെന്ന് തൊട്ട് മുമ്പേ പാരൽ പ്ലെയിൻ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ പാരൽ പ്ലെയിനിലെ നോർമൽ വെക്റ്റർ എന്ന് പറയുന്നത് നമ്മുടെ റിക്വേർഡ് പ്ലെയിനിലെ നോർമൽ വെക്റ്ററായിട്ട് നമുക്ക് എടുക്കാം. പാരലാകുമ്പോൾ പെർപെൻഡിക്കുലർ ആയപ്പോൾ അങ്ങനെയല്ല. പെർപെൻഡിക്കുലറായിട്ട് 2 പ്ലെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും നോർമലിൻ്റെ ക്രോസ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ റിക്വേർഡ് പ്ലെയിൻ്റെ നോർമൽ വെക്റ്റർ ആയിരിക്കും. നോർമൽ വെക്റ്റർ അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ വെക്റ്റർ എന്ന് നമുക്ക് പറയാം. എന്നിട്ട് പോയിന്റ് നമുക്കുണ്ട്, അത് ഉപയോഗിച്ച് ആ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വരയ്ക്കാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് വണ്ണ് പറയുന്നത് നോക്കാം. ലാസ്റ്റ് വണ്ണ് പറയുന്നത് പ്ലെയിൻ അറ്റ് എ ഡിസ്റ്റൻസ് 4 യൂണിറ്റ്സ് ഫ്രം ദ പ്ലെയിൻ. ഈ പ്ലെയിനിൽ നിന്നും 4 യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള മറ്റ് പ്ലെയിൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. പ്ലെയിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുകൂടെ നോക്കാം. ഞാൻ അതിനു വേണ്ടി ജിയോജിബ്ര ഓപ്പൺ ചെയ്തിട്ട് ഇതൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സേവ് ചെയ്തിട്ടൊക്കെ ഡിലീറ്റ് ചെയ്യാവുള്ളൂ. എന്നിട്ട് ഞാനിവിടെ കോപ്പി പേസ്റ്റ് കൊടുത്ത് ഇവിടെ ചെയ്തു. ആദ്യത്തെ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഇന്ന് റൊട്ടേറ്റ് ചെയ്യുകയാണ്. എന്നിട്ട് അടുത്ത പോയിന്റ് തന്നിട്ടുണ്ട്. പോയിന്റ് ഇല്ല, നമ്മൾ പോയിന്റ് കണ്ടുപിടിക്കണം. ഇവിടെ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ നോർമൽ വെക്റ്റർ നമ്മൾ കണ്ടുപിടിക്കാം. ഇതിൻ്റെ നോർമൽ വെക്റ്റർ എന്ന് പറയുന്നത് വെക്റ്റർ പോയിന്റ് നോർമൽ വെക്റ്റർ. ഈ പ്ലെയിൻ്റെ നോർമൽ വെക്റ്റർ എന്ന് പറയുന്നത് ഇവിടെ നോക്കിയാൽ അറിയാം 3i 3, 2, -1 എന്നുവെച്ചാൽ ഇവിടുത്തെ നോർമൽ വെക്റ്റർ 3i + 2j - k ആണ്. അപ്പോൾ പോയിൻ്റായിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ അതിൻ്റെ നോർമൽ വെക്റ്റർ കിട്ടി. ഈ പ്ലെയിനിൽ നിന്നും 4 യൂണിറ്റ് ഡിസ്റ്റൻസിലുള്ള മറ്റൊരു പ്ലെയിൻ്റെ ഇക്വേഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്കതിന് വേണമെങ്കിൽ ഇവിടെ നിന്നൊരു പോയിന്റ് വേണം. അത് ഞാനിവിടെ നിന്നും പോയിന്റ് ഓൺ ദി ഒബ്ജക്റ്റ് ടൂൾ എടുത്തിട്ട് ഞാൻ ഇവിടെ ഒരു പോയിന്റ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ആ പ്ലെയിനിൽ ഒരു പോയിന്റ് കൺസ്ട്രക്ട് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നും 4 യൂണിറ്റ്സ് ഇങ്ങോട്ടും ആവാം, മുകളിലോട്ടും ആവാം. ഞാൻ താഴോട്ട് ആദ്യം ഒന്ന് കാണിക്കുകയാണ്. അതിനുവേണ്ടി നമുക്കിവിടെ നിന്ന് 4 യൂണിറ്റ്സ് ഉള്ള ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഇത്രയും ചെയ്താൽ മതി. നമ്മൾ ഈ വെക്റ്ററിന് ഇവിടെ നിന്നും സ്റ്റാർട്ട് ചെയ്യണം. അതിന് നമുക്ക് ടൂളുണ്ട്. ഏതാ? വെക്റ്റർ ഫ്രം പോയിന്റ് ടൂൾ ഉപയോഗിക്കാം. എന്നിട്ട് ഈ വെക്റ്ററിലും ഈ പോയിന്റിന് ക്ലിക്ക് ചെയ്താൽ നമുക്കറിയാം പുതിയൊരു വെക്റ്റർ വി എന്ന് കിട്ടി. എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ റിക്വയർഡ് പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു വെക്റ്റർ കിട്ടി നമുക്ക്. പക്ഷെ അത് ഡിസ്റ്റൻസ് എത്ര ആയിരിക്കണം? അത് 4 യൂണിറ്റ്സ് ആയിരിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കും? നേരത്തെ ഒന്ന് പറഞ്ഞാണ് ഇത് വി ആണ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ ഇത്രയും ചെയ്താൽ മതി. ഇതിൻ്റെ മോഡ് വി ഒന്ന് കണ്ടുപിടിക്കുക. മോഡ് വി എൻ്റർ ക്ലിക്ക് ചെയ്യും. ഇവിടെ ഇപ്പോൾ ഇതിൻ്റെ വിയുടെ മോഡുലസ് ബി ആണ്. വിയുടെ മോഡുലസ് വി ആണ്. അപ്പോൾ നമുക്ക് 4 യൂണിറ്റ്സ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. 4 × v/b കൊടുത്താൽ മതി. എന്നുവെച്ചാൽ
v/b എന്ന് പറയുന്നത് യൂണിറ്റ് വെക്ടർ ആണ്. ഇൻറ്റു 4 ആകുമ്പോൾ 4 യൂണിറ്റ് ഡിസ്റ്റൻസ് ആയി അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡായി മാറും. ഓക്കെ, ഇത് കിട്ടി. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത്, അപ്പോൾ നമുക്കൊരു പോയിന്റ് കൂടെ വേണമല്ലോ. ഞാൻ ഇതൊന്ന് ഹൈഡ് ചെയ്യുന്നു, ഈ വെക്ടർ യുവും ഹൈഡ് ചെയ്യുവാണ്. നമുക്ക് കിട്ടിയ w എന്ന് പറയുന്ന വെക്ടർ ഇതാണ്. ഈ വെക്ടറിനെ ഞാൻ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരുന്നതിന് ഈ ടൂൾ എടുത്ത് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഈ പോയിന്റിൽ കൂടി സ്റ്റാർട്ട് ചെയ്യുന്നത് കിട്ടും. അതെന്ന് പറയുന്നത് A1' ആണ്. പക്ഷേ അത് നമുക്ക് പിന്നീട് അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഇതിനെ റീനെയിം കൊടുത്തിട്ട് ഇവിടെ B എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ ഈ w എന്ന് പറയുന്ന വെക്ടർ നമുക്കതിനെ c എന്ന് അവിടെ കാണിക്കുന്നെങ്കിലും നമ്മുടെ c എന്ന വെക്ടറാണിത്. അതായത് നമ്മുടെ നോർമൽ വെക്ടർ, അതിൻ്റെ മോഡുലസ് 4 ആണ്. നമുക്ക് റിക്വയർഡ് പ്ലെയിൻ്റെ ഇക്വേഷൻ റിക്വയർഡ് പ്ലെയിനിലെ പോയിന്റ് എന്ന് പറയുന്നത് B ആണ്. അപ്പോൾ നമ്മുടെ പെർപെൻഡിക്കുലർ പ്ലെയിൻ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ നിന്നും കണ്ടുപിടിക്കാം. ഇവിടെ പോയിന്റ് B ആണ്. എന്നിട്ട് നമുക്ക് അവിടെ നിന്നും ഇവിടുത്തെ വെക്ടർ C ആണ്. സിയോ W എന്നും കൊടുക്കാം, അല്ലെങ്കിൽ ഈ വിയോ യുവോ ഏത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ C എന്ന് കൊടുത്ത് ചെയ്യുന്നു. അപ്പോൾ നമുക്കതിന് നമ്മുടെ റിക്വയർഡ് പ്ലെയിൻ കിട്ടിയിരിക്കുകയാണ്. അതുപോലെ ഇനി ഇപ്പുറത്തെ സൈഡും വരുവരണം. അപ്പോൾ ഇതാണ് ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇപ്പുറത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? അത് നമുക്ക് ചെയ്താൽ മതി. നമുക്കിതിനെ ഇവിടെ ഇന്ന് ഈ വെക്ടർ കണ്ടുപിടിക്കാൻ ഈ വെക്ടറിൻ്റെ പേര് C എന്നാണ്. -c എന്ന് ടൈപ്പ് ചെയ്യുന്നു. -c എന്ന് വെച്ചാൽ അതിൻ്റെ ഡയറക്ഷൻ ഞാൻ ഓപ്പോസിറ്റ് ചെയ്തു. അത് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. പക്ഷെ അത് നമുക്ക് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വെക്ടർ ഫ്രം പോയിന്റ് ടൂൾ ഉപയോഗിച്ച് ഈ വെക്ടറിലും ഈ പോയിന്റിനും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടെ A1' എന്ന് പറയുന്നത് അതിനെ ഒന്ന് റീനെയിം ചെയ്യുന്നു. C എന്ന പോയിന്റ് കൊടുക്കാം. A1' ക്ലിക്ക് ചെയ്ത് നെയിം ഇവിടെ C എന്ന് ഞാൻ P എന്ന് കൊടുക്കുന്നു. ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് ആണ്. ഇവിടുത്തെ പോയിന്റ് P ആണ്. അപ്പം ഈ Pയിൽ കൂടി പാസ് ചെയ്യുന്നതും ഇത് നോർമൽ പെർപെൻഡിക്കുലർ വെക്ടറായിട്ടുള്ള ഒരു പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. നമുക്ക് നേരത്തെ പറയുന്ന ടൂൾ ഉപയോഗിക്കാം. ഇവിടെ പോയിന്റ് P ആണ്. വെക്ടർ ഏതാണെന്ന് നോക്കിയാണ്. F എന്ന് പറയുന്ന വെക്ടറാണ്. നമുക്ക് നോക്കിയാൽ മതി. F എന്ന് പറയുന്ന വെക്ടറാണ്. F എന്ന് വേണം നിർബന്ധമില്ല. ഇവിടെ E കൊടുത്താലും നമുക്ക് കിട്ടും. നമുക്ക് ഇങ്ങനെ അപ്പോൾ ഇവിടെ 2 പ്ലെയിൻ കിട്ടും. കാരണം നമുക്കറിയാം ഈ പോയിന്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ പ്ലെയിനിൽ നിന്ന് താഴോട്ടും 2 സൈഡിലോട്ടും, ഒന്നുകിൽ താഴോട്ട് അല്ലെങ്കിൽ മുകളിലോട്ട് എന്ന രീതിയിൽ 2 പ്ലെയിൻ കിട്ടും. കാരണം ഇവിടെ ഇങ്ങോട്ടും 4 ഡിസ്റ്റൻസ് എടുക്കാം, ഇങ്ങോട്ടും 4 ഡിസ്റ്റൻസ് എടുക്കാം. അപ്പോൾ അത് 4 ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഇത് പാരലൽ പ്ലെയിൻ ആയിരിക്കും. അപ്പോൾ ഇതിന് പാരലായിട്ട് 2 പ്ലെയിൻ നമുക്ക് കിട്ടും. അതിൻ്റെ രണ്ടിൻ്റെയും ഇക്വേഷൻ നമുക്ക് ഇവിടെ നിന്ന് എഴുതാവുന്നതാണ്. ഇതിൻ്റെ ഒബ്സർവേഷൻ എന്ന് പറയുന്നത് നോക്കാം. ഒബ്സർവേഷൻ ഞാൻ പറഞ്ഞിരിക്കുന്നതാണ്. അത് ഒബ്സർവേഷൻ പറയുന്നത് നമ്മൾ ആ പ്ലെയിൻ്റെ ഇക്വേഷൻ എഴുതുക. അത് കിട്ടിയ രീതി എങ്ങനെ എഴുതണമെന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അതൊക്കെ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കുക. ഞാൻ ചിലതിനൊക്കെ പറഞ്ഞിട്ടില്ല, അതുകൂടെ എഴുതി ചേർക്കുക. അപ്പോൾ ഇതാണ് ഈ ആക്ടിവിറ്റി 37.2 എന്ന് പറയുന്നത്. വളരെ ലെന്തിയായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ് തോന്നും. പക്ഷെ നമുക്കിത് ഈ പറയുന്ന ആക്ടിവിറ്റി പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസ് ആണ് നമ്മളിവിടെ ഈ ചെയ്തതെല്ലാം. അപ്പോൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലം കുട്ടികളെ കൂടുതൽ മനസ്സിലാക്കിയെടുക്കാനും ആ പ്ലെയിൻ്റെ കൺസ്ട്രക്ഷനിൽ കൂടിയൊക്കെ കൂടുതൽ മനസ്സിലാക്കി പഠിപ്പിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലാസ് റൂമിൽ ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടി ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.